ആത്മനമസ്കാരം. ദേവീ മാഹാത്മ്യം പഠനം തുടരുകയാണ്. ദേവീ മാഹാത്മ്യത്തിലെ പ്രഥമ ചരിതത്തിൽ 41 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്തിൽ സുരഥ മഹാരാജാവും വൈശ്യനും മഹർഷിയെ കാണാൻ പോകുന്നു. മഹർഷിയോട് എന്താണ് തങ്ങളുടെ മനസ്സിന്റെ ഈ ദുഃഖത്തിന് കാരണമെന്ന് അന്വേഷിക്കുന്നു. അവർക്ക് നഷ്ടപ്പെട്ട കുടുംബം, രാജ്യം, പ്രജകള്, ബന്ധുമിത്രാദികള്, സമ്പത്ത്, ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് തങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ദുഃഖമാണ് ഉണ്ടാകുന്നത്. അതിന് കാരണം അവരോടുള്ള മമതയാണ്, അറ്റാച്ച്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് ആ മമത ഞങ്ങൾക്ക് ആ മമതയെ ഉപേക്ഷിക്കാൻ, അത് ഇല്ലാതാക്കാൻ സാധിക്കാത്തത്? ഇതാണ് രാജാവ് മഹർഷിയോട് ചോദിച്ചത്. എല്ലാം അറിയുന്നവനാണ് ഞാൻ, എനിക്ക് ജ്ഞാനമുണ്ട്, പക്ഷെ എന്നിരുന്നാലും ഈ മമതയെ ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല. ഇതായിരുന്നു രാജാവിന്റെ ചോദ്യം. അപ്പൊ മഹർഷി ആദ്യം തന്നെ ഞാൻ ജ്ഞാനമുള്ളവനാണ് എന്ന ധാരണയെ മാറ്റിക്കൊടുത്തു രാജാവിന്. ആദ്യം തന്നെ രാജാവിനോട് പറയുന്നത്, അങ്ങേക്ക് എന്ത് ജ്ഞാനമാണോ ഉള്ളത് ആ ജ്ഞാനം തന്നെയാണ് സാധാരണ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലജീവികൾക്കും ഒക്കെയുള്ള ആ സാമാന്യമായ അറിവ്, അത് തന്നെയാണ് അങ്ങേക്കുമുള്ളത്. അതായത് എങ്ങനെ ഭൂമിയിൽ മനുഷ്യനായി അല്ലെങ്കിൽ ഒരു മൃഗമായി ജനിച്ചാൽ എങ്ങനെ ജീവിക്കണം, ആ ഒരു ധാർമ്മികമായ രീതിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു അറിവ് അത് എല്ലാ ജീവിവർഗത്തിനുമുണ്ട്. ഈ സാമാന്യമായ അറിവ് തന്നെയാണ് അങ്ങേക്കുമുള്ളൂ. അതിൽ തന്നെ മനുഷ്യനേക്കാൾ ശ്രേഷ്ഠൻ മൃഗങ്ങൾ തന്നെയാണെന്നും മഹർഷി പറഞ്ഞു കൊടുത്തു. മൃഗങ്ങൾ അവരുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലും അത് നിഷ്കാമമായിട്ട്, നിസ്വാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്, തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ മനുഷ്യരങ്ങനെയല്ല. അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് പോലും തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്, കാമിച്ചുകൊണ്ട് തന്നെയാണ് സർവകർമ്മങ്ങളും മനുഷ്യർ ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങൾക്കും പിന്നിൽ സ്വാർത്ഥതയുണ്ട്. ഞാൻ, എൻ്റേത് എന്നുള്ള സ്വാർത്ഥത. അതിന് കാരണം മമതയാണ്. എന്തുകൊണ്ടാണ് ഈ മമത മനുഷ്യനിൽ ഉണ്ടാകുന്നത് എന്നുള്ള കാരണമാണ് ഈ 41 ശ്ലോകത്തിൽ ഇനി പറയാൻ പോകുന്നത്. ശ്ലോകം 41. തഥാ അപി മമതാവർത്തേ മോഹഗർത്തേ നിപാതിതാഃ മഹാമായ പ്രഭാവേന സംസാരസ്ഥിതി കാരിണ. അതായത് തഥാപി, അങ്ങനെയാണെങ്കിലും, അതായത് മനുഷ്യരെല്ലാം ആ മോഹക്കയത്തിൽ പെട്ടുപോകുന്നുണ്ടെങ്കിലും, മനുഷ്യർക്ക് സാമാന്യമായ അറിവൊക്കെ ഉണ്ടെങ്കിലും, മഹാമായ പ്രഭാവേന, മഹാമായയായ ആ ദേവിയുടെ ശക്തി കൊണ്ട്, സംസാരസ്ഥിതി കാരിണഃ എന്ന് വെച്ചാൽ സംസാര ചക്രം നിലനിൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മഹാമായയായ ആ അമ്മയുടെ ശക്തി കൊണ്ട്, മമതാ വർത്തേ എന്ന് വെച്ചാൽ മമതയാകുന്ന ചുഴികളോട് കൂടിയ മോഹഗർത്തേ, മോഹമാകുന്ന വലിയ ഗർത്തത്തിലേക്ക് നിപാതിതാഹ, അതായത് ചെന്ന് വീഴുകയാണ്, ചെന്ന് പതിക്കുകയാണ് മനുഷ്യരെ എന്നാണ് പറയുന്നത്. അതായത് എന്തുകൊണ്ടാണ് രാജാവ് ചോദിച്ചത്, എനിക്ക് ആ മമതയെ ഇല്ലാതാക്കാൻ, ആ ഒരു ദുഃഖത്തിന് കാരണം എൻ്റെ സ്വന്തം ആളുകളോടും പണത്തിനോടും എല്ലാത്തിനോടുള്ള മമതയാണ്, അതിനെ ഇല്ലാതാക്കാൻ പറ്റുന്നില്ല എന്നാണ് രാജാവും വൈശ്യനും മഹർഷിയോട് പറഞ്ഞത്. അപ്പൊ മഹർഷി മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ പ്രപഞ്ചം നിലനിൽക്കണം, ഈ സംസാര ചക്രം നിലനിൽക്കണം, അതിനു വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി മഹാമായയായ ആ ദേവി സ്വന്തം ശക്തി പ്രഭാവത്താൽ, ആ മായാശക്തിയാൽ മമതയാകുന്ന ചുഴിയാണത്, ആ ചുഴിയോട് കൂടിയ മോഹമാകുന്ന ഗർത്തത്തിലേക്ക് മനുഷ്യൻ ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. ആ മായയുടെ ശക്തി കൊണ്ട് മമതയാകുന്ന ചുഴിയോട് കൂടിയ ഒരു ഗർത്താണ്. അപ്പൊ അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അതിൽ നിന്നും പുറത്തേക്ക് വരാൻ, അതായത് ഈ മായയെ പൊട്ടിച്ചെറിയാൻ അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല. അത്രയ്ക്ക് ചുഴികളോട് കൂടിയ ഒരു മഹാഗർത്തമാണ് ഈ മായ. ആ മായയിൽ പെട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അതിൽ നിന്നും പുറത്തേക്ക് വരാൻ എളുപ്പമല്ല എന്ന്. അതാണ് പറയുന്നത്. രാജാവിന് അറിവുണ്ട് എന്ന് രാജാവ് പലവട്ടം പറഞ്ഞു. പക്ഷെ രാജാവിനുള്ള ഈ സാമാന്യമായ അറിവ് കൊണ്ടൊന്നും ഈ മായയുടെ ശക്തിയിൽ നിന്നും, മായയുടെ പ്രഭാവത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയില്ല. ആ ഗർത്തത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുകയില്ല. കാരണം അതിൻ്റെ ഉദ്ദേശം പ്രപഞ്ചത്തെ, ഈ സംസാര സാഗര
ചരാചരത്തെ, ഈ ലോകത്തെ നിലനിർത്തുക എന്നതാണ് അമ്മയുടെ ഉദ്ദേശം. അതിനു വേണ്ടിയാണ് ഈ മായ നമ്മളെ ഈ ഒരു ഗർത്തത്തിലേക്ക് തള്ളിയിടുന്നത്. കാരണം പ്രപഞ്ചം തന്നെ മായയാണ്, അതായത് അത് യഥാർത്ഥമല്ല. ഉണ്ട് എന്ന നമ്മുടെ തോന്നൽ മാത്രമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോ അത് മായയായതുകൊണ്ട് അതിന് നിലനിൽക്കണമെങ്കിൽ, പ്രപഞ്ചത്തിന് നിലനിൽക്കണമെങ്കിൽ എല്ലാ മനുഷ്യരും ഈ ലോകത്ത് ആധ്യാത്മികമായ ജ്ഞാനത്തെ, ശരിയായ ജ്ഞാനത്തെ അറിഞ്ഞ് അനുഭവിച്ച് മോക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമി ഉണ്ടാവില്ല, ഈ ലോകങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോ അത്ര എളുപ്പത്തിലൊന്നും ആ ഒരു മുക്തിയെ പ്രാപിക്കാൻ സാധിക്കരുത്. മുക്തിയെ പ്രാപിക്കാൻ പറ്റാത്തത് മോഹത്തിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ്, മായയിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ മായയിൽ പെടാതെ പുറത്തേക്ക് കടക്കുക എളുപ്പമല്ല. മായ നിലനിൽക്കണമെങ്കിൽ, ഈ ലോകം നിലനിൽക്കണമെങ്കിൽ മായയിൽ എല്ലാവരും പെട്ടുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ മായയിലേക്ക് ആ അമ്മയുടെ മായാശക്തി കൊണ്ട് എല്ലാവരെയും അമ്മ അതിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കണമെങ്കിൽ ആ അമ്മയുടെ പാദങ്ങളിൽ പൂർണ്ണ ശരണാഗതി അടയുന്ന, ഞാൻ എന്ന അഹങ്കാരത്തെ ഉപേക്ഷിച്ച് എല്ലാം ആ അമ്മയുടെ ശക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അമ്മയുടെ പാദങ്ങളിൽ ശരണാഗതി അടയുന്ന ഭക്തനിൽ അമ്മ പ്രസാദിച്ചു കഴിഞ്ഞാൽ അവരെ മാത്രമാണ് അമ്മയുടെ തന്നെ ആ മായയിൽ നിന്നും പുറത്തേക്ക് എടുക്കുക. അല്ലാതെ രാജാവിൻ്റെ ഈ സാമാന്യമായ ജ്ഞാനം കൊണ്ടൊന്നും മായയിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുകയില്ല. അതാണ് ഇവിടെ പറയുന്നത്. തത് ന അത്ര വിസ്മയഃ കാര്യോഃ യോഗനിദ്രാ ജഗത്പദേഃ മഹാമായ ഹരേഃ ച ഏതത് തയാ സമോഹ്യതേ ജഗത്. മഹാമായ എന്ന ദേവി ജഗത്പദേഃ ഹരേഃ, ജഗത്പതിയായ മഹാവിഷ്ണുവിൻ്റെ യോഗനിദ്രാവസ്ഥയാണ് ഇപ്പോൾ എന്ന്. അതായത് ദേവി ആ അമ്മയുടെ മായാപ്രഭാവം ഇപ്പോൾ വിഷ്ണുവിൻ്റെ യോഗനിദ്രാവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായത് മുഴുവൻ പ്രപഞ്ചത്തെയും ഉള്ളിലേക്ക് വലിച്ചിട്ട് ആ മഹാവിഷ്ണു യോഗനിദ്രയിൽ അമരുന്ന സമയമാണ്. ആ യോഗനിദ്ര എന്ന് പറയുന്നത് പോലും ആ അമ്മയുടെ മായയുടെ പ്രഭാവത്താലാണ് നിദ്രാവസ്ഥ പോലും ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ആയതിനാൽ ഏതത് തയാ സമോഹ്യതേ ജഗത്ത്, അതായത് വിഷ്ണുവിനെ പോലും മോഹിപ്പിക്കുന്ന തയാ, ആ അമ്മയുടെ മഹാമായ ഈ ജഗത് സമോഹ്യതേ, ലോകത്തെ മുഴുവൻ മോഹക്കയത്തിൽ തള്ളിയിടുന്നതിൽ തത് ന അത്ര വിസ്മയഃ, അത്ര വലിയ ആശ്ചര്യമൊന്നും തോന്നുന്നില്ല എന്ന്. കാരണം മഹാവിഷ്ണു പോലും ആ അമ്മയുടെ യോഗമായ ശക്തിയിൽ പെട്ടുപോയി നിദ്രാവസ്ഥയെ പ്രാപിച്ചു കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ ലോകം മുഴുവനും മായയാകുന്ന അഗാധ ചുഴിയോടുകൂടിയ ഗർത്തത്തിൽ പെട്ടു എന്ന് പറയുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല എല്ലാവർക്കും. അപ്പോൾ പിന്നെ സാധാരണ മനുഷ്യന്റെ കാര്യം ചോദിക്കാനുണ്ടോ? സാധാരണ മനുഷ്യരൊക്കെ ആ മഹാമായയുടെ മായയിൽ പെട്ടു എന്ന് പറയുന്നതിൽ അതിശയില്ല. മഹാവിഷ്ണു പോലും ആ മായയിൽ പെട്ട് ഇപ്പോൾ യോഗാവസ്ഥയെ പ്രാപിച്ചിരിക്കുകയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ജ്ഞാനിനാം അഭി ഛേദാംസി ദേവി ഭഗവതി ഹി സാ ബലാദ് ആകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. മഹാമായ ദേവി ഭഗവതി ഹി സാ, അതായത് മഹാമായയായ സ എന്ന അവൾ, ആ ഭഗവതി ദേവി ജ്ഞാനിനാം അഭി, ജ്ഞാനി ആണെങ്കിൽ പോലും ആ ജ്ഞാനികളുടെ ഛേദാംസി, മനസ്സിനെ പോലും ബലാത് ആകൃഷ്യ, ബലമായിട്ട് ശക്തിയായി ആകർഷിച്ച് മോഹായ പ്രയച്ഛതി, മോഹമാകുന്ന ഗർത്തത്തിൽ താഴ്ത്തുന്നു എന്നാണ് പറയുന്നത്. അതായത് മഹർഷി സുമേധസ് മഹർഷി രാജാവിനോട്, സുരഥ മഹാരാജാവിനോട് പറയുകയാണ്, ആ മഹാമായ മഹാവിഷ്ണു പോലും ആ മായയുടെ ശക്തിയിൽ പെട്ടുപോയി ഇപ്പോൾ യോഗനിദ്രയിലാണ്. ആ ആത്മീയ ജ്ഞാനം നേടിയ ജ്ഞാനികൾ പോലും ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ മായ ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അതിൽ പെട്ടുപോകുന്നു. അപ്പോൾ പിന്നെ സാധാരണക്കാരായ ജനങ്ങള്, വെറും സാമാന്യമായ അറിവുള്ള സാധാരണ ജനങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ? തീർച്ചയായും അവർ മായയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതാണ് ആ പറയുന്നത്. അപ്പൊ രാജാവിനോട് പറയണം, അങ്ങ് മായയിലാണ്, അങ്ങേക്ക് വെറും സാമാന്യമായ ജ്ഞാനമേ ഉള്ളൂ. അപ്പോൾ വലിയ വലിയ ജ്ഞാനികളും സാക്ഷാൽ മഹാവിഷ്ണു പോലും ആ മായയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ സാധാരണക്കാരായ ആളുകളുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
തയാ വിസൃജ്യതേ വിശ്വം ത്രൈലോക്യം സചരാചരം സ ഏഷാ പ്രസന്ന വരദ നൃണാം ഭവതി മുക്തയേ. തയാ, ആ ദേവി തന്നെയാണ്, വിശ്വം ത്രൈലോക്യം സചരാചരം, ചരാചരമയമായ ഈ ത്രിലോകങ്ങളെയും വിസൃജ്യതേ, സൃഷ്ടിക്കുന്നവൾ. സ ഏഷ, അതേ ദേവി തന്നെ, നൃണാം, മനുഷ്യരിൽ, പ്രസന്നയായാൽ അവർക്ക്, മുക്തയെ, അതായത് മോക്ഷത്തിനുള്ള, പ്രസന്ന ഭവതി, വരം കൊടുക്കുകയും ചെയ്യുന്നവളായി ഭവിക്കുന്നു എന്ന്. ഈ ത്രിലോകങ്ങളെയും, ത്രിലോകം എന്ന് വെച്ചാൽ 14 ലോകങ്ങളെയും ചേർത്താണ് ത്രിലോകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ത്രിലോകങ്ങളെയും സൃഷ്ടിച്ചത്, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച അതേ ദേവി തന്നെയാണ്, അതേ പ്രകൃതി എന്ന ശക്തി തന്നെയാണ് മനുഷ്യരിൽ ആരാണോ ആ പ്രകൃതിയിൽ പൂർണ്ണ അർപ്പിതമായ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത്, അവരിൽ പ്രസന്നയായിട്ട് അവർക്ക് മോക്ഷത്തെ കൊടുക്കുന്നത്. ആ മോക്ഷം എന്ന് പറഞ്ഞാൽ മുക്തിയെ അവർക്ക് വരമായി കൊടുക്കുന്നത് അതേ ദേവി തന്നെ. അതായത് ആരാണോ മായയായി ഭവിക്കുന്നത്, അതേ ആ മായാദേവി തന്നെ, മഹാമായ തന്നെ, ആ അമ്മയുടെ പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ ഭക്തനെ ആ മായയിൽ നിന്നും മുക്തമാക്കുന്നു. ആ മായയിൽ നിന്നും മുക്തമാകുന്നതോടുകൂടി ഇനി ഒരു ജന്മം, പുനർജന്മം ഇല്ലാത്ത അവസ്ഥയെ അവർ പ്രാപിക്കുന്നു എന്നർത്ഥം. അപ്പോ മായയായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, മായയാകുന്ന ഈ പ്രപഞ്ചത്തെ, ത്രിലോകങ്ങളും നിറഞ്ഞ ഈ പ്രപഞ്ചത്തെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ഒരേ അമ്മ തന്നെ. അതേ അമ്മ തന്നെയാണ് സർവചരാചരങ്ങളെയും ആ മായയിൽ താഴ്ത്തുന്നത്. അതേ അമ്മ തന്നെയാണ് ആ അമ്മയുടെ പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ ഭക്തനെ പൂർണ്ണമായും ആ അമ്മ മായയിൽ നിന്നും മുക്തമാക്കുന്നതും ഒരേ അമ്മ തന്നെയാണ് എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ദേവി മഹാത്മ്യത്തിന്റെ ആദ്യം കണ്ടത്. എങ്ങനെയാണ് ആ ശരണാഗതി അടയുക? ഇന്ന് എനിക്കുണ്ട്, അല്ലെങ്കിൽ എൻ്റേത് എന്ന് ഞാൻ കരുതുന്നവയെല്ലാം ആ അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുക. ശരീരം, മനസ്സ്, ബുദ്ധി, ധനം, കുടുംബം, മക്കള്, ഭാര്യ, ഭർത്താവ്, ബന്ധങ്ങള്, സർവ്വതും എന്തൊക്കെയാണോ ഇന്ന് എൻ്റേത്, എനിക്ക് എൻ്റേത്, എൻ്റെ സ്വന്തം എന്ന് ഞാൻ കരുതുന്നത്, അതിനെയെല്ലാം ആ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് അമ്മ നൽകുന്ന അനുഗ്രഹമായി അതിനെ സ്വീകരിച്ചുകൊണ്ട് അനുഭവിക്കുക. മനസ്സിലായോ? അതാണ് ശരണാഗതി അടയുക എന്ന് പറയുന്ന ഭക്തി. അല്ലാതെ പൂർണ്ണ ശരണാഗതി അടയുന്നു എന്ന് നമ്മൾ വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ അത് സമർപ്പണമാവില്ല. നമ്മൾക്ക് എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അതെല്ലാം ആ അമ്മയ്ക്ക് തിരിച്ച് കൊടുത്തിട്ട് അമ്മ നൽകുന്ന അനുഗ്രഹമായി മാത്രം അതിനെ അനുഭവിക്കുന്ന മനസ്സ്, അതാണ് സങ്കല്പം വേണ്ടത്. ആ സങ്കല്പത്തോടുകൂടി ഇരിക്കുന്നവൻ ആരാണോ അവരിൽ അമ്മ പ്രസന്നയാവുന്നു. അപ്പോൾ അവരെ അമ്മ ആ മായയിൽ നിന്ന് മുക്തരാക്കുകയും ചെയ്യുന്നു. അപ്പൊ അമ്മ തന്നെയാണ് പ്രപഞ്ചം, അമ്മ തന്നെയാണ് ആ പ്രകൃതി തന്നെയാണ് സർവചരാചരങ്ങളും, ആ പ്രകൃതി തന്നെയാണ് മായയിൽ പെടുത്തുന്നതും, അതേ പ്രകൃതി എന്ന മാതാവാണ് മായയിൽ നിന്ന് മുക്തരാക്കുന്നതും എന്നർത്ഥം. സ വിദ്യ പരമാ മുക്തേർ ഹേതുഭൂത സനാതനീ സംസാര ബന്ധ ഹേതുഹോച സ ഏവ സർവേശ്വരേശ്വരി. സ അതായത് അവൾ, ആ ദേവി തന്നെയാണ് സനാതനി എന്ന് വെച്ചാൽ നിത്യമായതും, മുക്തേർ ഹേതുഭൂത, മുക്തിക്ക് കാരണമായവളും ആയിട്ടുള്ള പരമാവിദ്യ, പരമമായ ജ്ഞാനമായിരിക്കുന്നത് ആ ദേവി തന്നെയാണെന്ന്. നിത്യയായവളും, അതായത് ഈ സനാതനി എന്നും നിലനിൽക്കുന്നവളും, മുക്തിക്ക് കാരണമാകുന്ന പരമജ്ഞാനമായിരിക്കുന്നതും അതേ ദേവി തന്നെയാണ്. സംസാര ബന്ധ ഹേതുഹോച, അതേ ദേവി തന്നെയാണ് സംസാര ബന്ധനത്തിന് കാരണമാകുന്നതുമായ സർവേശ്വരേശ്വരി, സർവേശ്വരി ആയിരിക്കുന്നതും എന്ന്. അപ്പോൾ ഒരേ പ്രകൃതി എന്ന ശക്തി ആ ദേവി തന്നെയാണ് ഈ സംസാര ബന്ധനത്തിന് കാരണമാകുന്നത്. കാരണം മമത, ആ മോഹം, മായയിൽപ്പെട്ടാൽ ഉണ്ടാകുന്ന
ഉണ്ടാകുന്ന മോഹങ്ങളാണ് സംസാര ബന്ധനത്തിന് കാരണമായിട്ട് വീണ്ടും വീണ്ടും വീണ്ടുമുള്ള പുനർജന്മങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ ആ അമ്മയുടെ മായയാകുന്ന അമ്മയുടെ ആ മായയാകുന്ന അഗാധ ഗർത്തത്തിൽ പെട്ടുപോകുമ്പോഴാണ് സംസാര ബന്ധനം ഉണ്ടാകുന്നത്. എന്നാൽ അതേ അമ്മ തന്നെയാണ് നിത്യയായവളും സർവേശ്വരി ആയിരിക്കുന്ന അതേ അമ്മ തന്നെയാണ് മോക്ഷത്തിന് കാരണമാകുന്ന പരമജ്ഞാനമായിരിക്കുന്നതും എന്നർത്ഥം. ഒരേ അമ്മ തന്നെ, പ്രകൃതി തന്നെയാണ് മായയായിരിക്കുന്നതും എല്ലാവരെയും മായയിൽപ്പെടുത്തി കളയുന്നതും. ഒരേ അമ്മ തന്നെയാണ് മായയിൽ നിന്ന് മുക്തയാക്കുന്ന പരമജ്ഞാനമായിരിക്കുന്നതും എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഭക്തനാകുന്ന ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കേണ്ടത് മായയും മുക്തിയും ഒരേ അമ്മയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഭക്തൻ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എന്ന അഹങ്കാരത്തെ വെടിഞ്ഞ് ആരാണോ അമ്മയിൽ ശരണാഗതി അടയുന്നത് അവരെയാണ് അമ്മ പ്രസന്നയായിട്ട് അവരെയാണ് ഈ മായയിൽ നിന്ന് പുറത്തേക്കെടുക്കുന്നത്. അമ്മ പുറത്തേക്കെടുക്കാതെ ആർക്കും സ്വയം ഈ മായയെ, അമ്മയുടെ അനുഗ്രഹമില്ലാതെ ആർക്കും ഈ മായയെ പൊട്ടിച്ചെറിയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇവിടെ സുരത മഹാരാജാവിനോട് സുമേധസ് മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. രാജോവാച. ശ്ലോകം 46. ഭഗവൻ കാ ഹി സാ ദേവി മഹാമായ ഇതി യാം ഭവാൻ ബ്രവീതി കഥം ഉത്പന്ന സാ കർമ്മ അസ്യഹ ച കിം ദ്വിജ. ഇവിടെ സുമേധസ് മഹർഷി സുരത മഹാരാജാവിനോട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതയായ ആ ദേവിയെ കുറിച്ച് പറഞ്ഞപ്പോൾ രാജാവിന് വളരെ ആകാംക്ഷയായി. ആരാണ് ആ ദേവി? എന്താണ് ആ ദേവിയുടെ മാഹാത്മ്യം? എന്തൊക്കെയാണ് ആ ദേവിയുടെ കർമ്മങ്ങൾ എന്നറിയാൻ രാജാവിന് അത്യധികം ആകാംക്ഷയായിട്ട് ഇവിടെ സുമേധസ് മഹർഷിയോട് ചോദിക്കുകയാണ്. അതാണ് രാജോവാച. രാജാവ് ചോദിക്കുന്നു, ഭഗവൻ, അതായത് ഇവിടെ മഹർഷിയെ വിളിക്കുകയാണ് കേട്ടോ, സുമേധസ് മഹർഷിയെ. അല്ലയോ ഭഗവൻ, ഭവാൻ, അങ്ങ് മഹാമായ ഇതി, അതായത് മഹാമായ എന്ന് അങ്ങ് പറഞ്ഞ ആ ബ്രവീതി എന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞ സാ ദേവി, ആ ദേവി കാ ഹി, ആരാണ്? മഹാമായ എന്ന് അങ്ങ് ഇത്ര നേരം എന്നോട് പറഞ്ഞ ആ ദേവി ആരാണ്? കഥം ഉത്പന്ന സാ, എന്താണ് ആ ദേവിയുടെ ഉത്പത്തിക്കു കാരണം? അവരുടെ ഉത്പത്തി എങ്ങനെയായിരുന്നു? ഇനി അസ്യ, ആ ദേവിയുടെ കർമ്മസ്യ കിം, കർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു? ദ്വിജ എന്ന് വെച്ചാൽ ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന്, അതായത് ആ മഹർഷിയെ വിളിക്കുകയാണ്. അപ്പൊ രാജാവ് ഇവിടെ ചോദിക്കുകയാണ് മഹർഷിയോട്, ഹേ ഭഗവൻ, ബ്രാഹ്മണ ശ്രേഷ്ഠ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് ഇത്ര നേരം എന്നോട് പറഞ്ഞ ആ മഹാമായയായ ദേവി ആരാണ്? ആ ദേവിയുടെ ഉത്പത്തി എങ്ങനെയായിരുന്നു? എന്തൊക്കെയാണ് ആ ദേവിയുടെ കർമ്മങ്ങൾ എന്നറിയാൻ അത്രയും ആകാംക്ഷയോടുകൂടി ആ രാജാവ് ചോദിക്കുകയാണ്. കാരണം രാജാവ് ഇപ്പൊ പെട്ടിരിക്കുന്ന ആ മമത, അതിന് കാരണം ദേവിയാകുന്ന മായയാണ് എന്ന്, ആ മായ പ്രഭാവമാണ് എന്ന് മഹർഷി പറഞ്ഞല്ലോ. ആ ദേവി തന്നെയാണ് മായയിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നത് എന്നും പറഞ്ഞു. അപ്പോൾ ആ ദേവി ആരാണ്? എന്താണ് ആ ദേവിയുടെ മാഹാത്മ്യം? എങ്ങനെയാണ് ഉത്പത്തി? എന്തൊക്കെയാണ് ദേവിയുടെ കർമ്മങ്ങൾ എന്നറിയാൻ രാജാവ് ചോദിക്കുകയാണ്. യത് പ്രഭാവ ച സാ ദേവി യത് സ്വരൂപ യത് ഉദ്ഭവ തത് സർവം ശ്രോതും ഇച്ഛാമി ത്വത്തഃ ബ്രഹ്മവിദാംബരഃ. ബ്രഹ്മവിദാംബരഃ, ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രഹ്മജ്ഞരിൽ ശ്രേഷ്ഠനായിട്ടുള്ള അല്ലയോ മഹർഷേ, സാ ദേവി, ആ ദേവിയുടെ യത് പ്രഭാവ, പ്രഭാവം എന്താണ്? ആ ദേവിയുടെ മാഹാത്മ്യം, പ്രഭാവം എന്താണ്? യത് സ്വരൂപ, ആ ദേവിയുടെ സ്വരൂപം എന്താണ്? യത് ഉദ്ഭവ, ആ ദേവിയുടെ ഉദ്ഭവം എന്താണ്? തത് സർവം, ഇവയെക്കുറിച്ചെല്ലാം അറിയുവാൻ, ത്വത്തഃ, അങ്ങയിൽ നിന്നു കേൾക്കുവാൻ, ശ്രോതും ഇച്ഛാമി, കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് രാജാവ് പറയുകയാണ്. അപ്പൊ
അങ്ങ് ഇത്ര നേരം പറഞ്ഞ മഹാമായയാകുന്ന ആ ദേവിയുടെ പ്രഭാവം എന്താണെന്നും ആ ദേവിയുടെ സ്വരൂപം എന്താണെന്നും ആ ദേവിയുടെ ഉത്പത്തി എങ്ങനെയായിരുന്നു എന്നൊക്കെ അങ്ങയിൽ നിന്ന് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് രാജാവ് സുമേധസ് മഹർഷിയോട് ചോദിക്കുകയാണ്. ഋഷിരുവാച നിത്യ ഏവ സാ ജഗന്മൂർത്തിഃ തയാ സർവം ഇദം തദം തദാ അഭി തത് സമുത്പത്തിഃ ബഹുധാ ശ്രൂയതാം മമ. അതായത് ഋഷിരുവാച, സുമേധസ് മഹർഷി രാജാവിനോട് പറയുകയാണ്. രാജാവ് ചോദിച്ചല്ലോ, ആരാണ് ആ ദേവി? ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. അതിനുള്ള ഉത്തരമാണ് പറയുന്നത്. ജഗന്മൂർത്തി, ജഗത് രൂപിണിയാണ് ആ ദേവി. തയാ, അതോടൊപ്പം സർവം ഇദം തദം, ജഗത്തിലെ സർവ്വതായിട്ട് നിറഞ്ഞു നിൽക്കുന്നതും സർവചരാചരമായിരിക്കുന്നതും ആ ദേവിയാണ്. എന്നാൽ നിത്യ ഏവ, ആ ദേവി നിത്യയാണ് എന്ന് വെച്ചാൽ ജനനമോ മരണമോ ഇല്ലാത്തവളാണ് എന്നർത്ഥം. അപ്പൊ ആ ദേവി ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. ജഗന്മൂർത്തി, ജഗത്തിനെ സൃഷ്ടിച്ച, ജഗത്തിന്റെ രൂപത്തെ സ്വീകരിച്ച ജഗത് രൂപിണിയാണ് ആ ദേവി. സർവം ഇദം തദം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ദേവി തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സർവ ചരാചരങ്ങളായിരിക്കുന്നതും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും. അപ്പോൾ നമുക്ക് തോന്നും ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ഉണ്ടാകുന്നുമുണ്ട്, ഇല്ലാതാകുന്നുമുണ്ട്, സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്, ജനിക്കുന്നുമുണ്ട്, മരിക്കുന്നുമുണ്ട്. അപ്പോൾ ദേവിയും അങ്ങനെ ദേവിക്കും ജനനവും മരണവും ഉണ്ടോ എന്ന് നമുക്ക് തോന്നുമെങ്കിൽ അതിനുള്ള ഉത്തരമാണ്, പക്ഷേ ദേവി നിത്യയാണ്, ജനനമോ മരണമോ ഇല്ലാത്തവളാണെന്ന്. ദേവി ജഗത് രൂപിണിയാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവാണ്, ഈ പ്രപഞ്ചത്തിലെ സർവ്വതായിരിക്കുന്നതും നിറഞ്ഞു നിൽക്കുന്നതും ആ ദേവിയാണ്. അങ്ങനെയുള്ള ഈ പ്രപഞ്ചവും സർവചരാചരങ്ങളും ജനിക്കുന്നുമുണ്ട്, മരിക്കുന്നുമുണ്ട്. പക്ഷെ ഇതെല്ലാം ആയിരിക്കുന്ന ദേവി നിത്യയാണ്, ജനന മരണമില്ലാത്തവളാണ്. എന്നിരുന്നാലും, തഥാ അഭി എന്ന് വെച്ചാൽ എന്നിരുന്നാലും, തത് സമുത്പത്തി, ആ ദേവിയുടെ ആവിർഭാവം, ഉത്പത്തി, ബഹുധ, പല വിധത്തിലാണ് ആ ദേവി ശരീരരൂപങ്ങൾ, പല രീതിയിലാണ് ദേവി അവതരിച്ചിട്ടുള്ളത് എന്ന്. ദേവി നിത്യയാണ്, പക്ഷെ ഒരു രൂപത്തോടുകൂടി ശരീരത്തെ സ്വീകരിച്ച് ദേവി അവതരിച്ചിട്ടുള്ളത് പല വിധത്തിലാണ്. മമ ശ്രൂയതാം, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം, കേട്ടുകൊള്ളുക, എന്നിൽ നിന്നെല്ലാം കേട്ടുകൊള്ളുക എന്നാണ് സുമേധസ് മഹർഷി പറഞ്ഞു കൊടുത്തത്. അപ്പോ ദേവി ആരാണ്, ദേവിയുടെ ഉൽപ്പത്തി എന്താണ് എന്നൊക്കെ ചോദിച്ച രാജാവിനുള്ള ഉത്തരമാണ് മഹർഷി പറയുന്നത്. ഈ ജഗത്തിന്റെ രൂപം സ്വീകരിച്ചവളും ജഗത് രൂപിണിയും, ജഗത്തായിരിക്കുന്നത് ദേവിയും, ജഗത്തിൽ സർവ്വതായി നിറഞ്ഞു നിൽക്കുന്നതും ദേവിയാണ്. എന്നാൽ ഈ ജഗത്തും സർവചരാചരങ്ങളും ജനിക്കുന്നുമുണ്ട്, മരിക്കുന്നുമുണ്ട്, അനിത്യമാണ്. എന്നാൽ ദേവി നിത്യയാണ്, ആ ശക്തിയാണ് ദേവി, എല്ലാമായിരിക്കുന്ന ശക്തിയാണ് ദേവി, ശക്തിയായിട്ടുള്ള ദേവി നിത്യയാണ്. എന്നിരുന്നാലും അതേ ദേവി തന്നെ പല പല രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട് ഇവിടെ. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞു തരാം, കേട്ടുകൊള്ളുക എന്ന് പറയുകയാണ് മഹർഷി. ദേവാനാം കാര്യസിദ്ധ്യർത്ഥം ആവിർഭവതി സാ യഥാ ഉത്പന്ന ഇതി തഥാ ലോകേ സാ നിത്യ അഭിധീയതേ. ആ ദേവി ആവിർഭവിച്ചതിനെ കുറിച്ചാണ് മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. സാ നിത്യ അഭി, ആ ദേവി, ആ പ്രകൃതി നിത്യയാണെങ്കിലും, അതായത് ജനന മരണങ്ങളൊന്നുമില്ല, ഇന്ന ദിവസം ആവിർഭവിച്ചു, ജനിച്ചു, മരിച്ചു എന്ന് പറയാൻ പറ്റില്ല. ആ ദേവി നിത്യയാണ്, എപ്പോഴും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നവളാണെങ്കിലും ദേവാനാം കാര്യസിദ്ധ്യർത്ഥം, ദേവന്മാരുടെ കാര്യസിദ്ധിക്ക് വേണ്ടി, അതായത് ദേവന്മാർക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ ആ ദേവിയല്ലാതെ മറ്റാരും ശരണമില്ല എന്ന് പറഞ്ഞ് ആ ദേവന്മാർ ദേവിയെ അഭയം പ്രാപിക്കുമ്പോൾ അവരുടെ കാര്യസിദ്ധിക്ക് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി സഹ, ആ ദേവി യഥാ, അപ്പോൾ ഉത്പന്ന ഇതി തഥാ ലോകേ, തഥാ എന്ന് വെച്ചാൽ അപ്പോൾ, ഈ ലോകത്തിൽ ആ ദേവി ഉത്പന്ന ഇതി, അതായത് ഉത്ഭവിച്ചവളായി, അങ്ങനെ അവതരിക്കുമ്പോൾ ആ ദേവി ഈ ലോകത്തിൽ ഉത്ഭവിച്ചവളായി അഭിധീയതേ, പറയപ്പെടുന്നു എന്ന്. അപ്പോ ദേവി നിത്യയാണ്,
ജനന മരണങ്ങളൊന്നുമില്ല. പ്രപഞ്ച രൂപത്തിൽ, പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെ രൂപത്തിൽ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ശാശ്വത സത്യമാണ്. പക്ഷേ ആ ദേവി പലപ്പോഴായിട്ട് പല പല രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട്. അത് ദേവന്മാരുടെ കാര്യസിദ്ധിക്ക്. അവർക്കൊരു ആപത്ത് വരുമ്പോൾ ദേവിയല്ലാതെ മറ്റൊരാശ്രയവും ഇല്ല എന്ന് പറഞ്ഞ് അവര് ദേവന്മാർ ആ പ്രകൃതിയെ, ആ ദേവിയെ, ആ ശക്തിയെ അഭയം പ്രാപിക്കുമ്പോൾ ആ ശക്തി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പല പല രൂപങ്ങളെ ധരിച്ച് അവതരിച്ചിട്ടുണ്ട്, ഉദ്ഭവിച്ചിട്ടുണ്ട്. അതിനെയാണ് ആ ദേവി ഉത്ഭവിച്ചവളായി എന്ന് അഭിധീയതേ. അതായത് ദേവി അവതരിച്ചു, ദേവി ഉദ്ഭവിച്ചു എന്ന് പറയുന്നത് ഇതിനെയാണ് എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ ദേവി അവതരിച്ച ഒരു വിഷയം, ഒരു കാര്യം, അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത ശ്ലോകം തൊട്ട് പറയാൻ തുടങ്ങുന്നത്.